അന്നങ്ങനെ അത്ര സോഫ്റ്റ് കളേഴ്സൊന്നും കാണാനില്ല, കൂടുതലും ഡാർക്ക് കളേഴ്സായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 കളേഴ്സായിരുന്നു ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി. തുന്നുമ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്, പക്ഷേ തുന്നിക്കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് ചെറുതായിപ്പോയോ എന്നൊരു സംശയം വന്നു. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് നേരെ ഞാൻ ചെയ്തത് ഡയറക്റ്റ് പ്രോജക്റ്റാണ്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡൂ ദിസ് ഫോർ മൈ ഗേൾ. സോ അങ്ങനെ ചെയ്തൊരു പ്രോജക്റ്റാണിത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ മോള് ജനിച്ചപ്പോൾ സ്റ്റിൽ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു ഇട്ടുകൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ ചെറുതായിപ്പോയി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഹുക്കിൻ്റെ സൈസും യാണിൻ്റെ സൈസും ഒക്കെ ഒരു പ്രോജക്റ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. എൻ്റെ കയ്യിൽ ആകെ ഒരു ഹുക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇതാണ്. ഇത് കയ്യിലുണ്ടാകുമ്പോൾ വേറൊന്ന് വാങ്ങണം എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയും കാലം ഒരുപാട് കടന്നുപോയി. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഈ 4 and 5 ഹുക്ക് വാങ്ങിയത്. ഇത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഒരുപാട്